ഖുർആൻ യാത്രയുടെ 16-ാം ദിവസം സൂറത്തുൽ കഹ്ഫിലെ 75-ാം സൂക്തം മുതൽ 110 സൂക്തങ്ങൾ വരെയുള്ള അവശേഷിക്കുന്ന ഭാഗവും സൂറത്തു മറിയമും സൂറത്തു ത്വാഹയും ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ഖുർആനിലെ 16-ാം ജുസ്. പ്രവാചകന്മാരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും അവരുടെ പ്രാർത്ഥനകളെക്കുറിച്ചുമുള്ള പരാമർശമാണ് ഈ ജുസ്ഇൽ കൂടുതലായും വരുന്നത്. മൂസ അലൈഹി ഇസ്ലാമയുടെ സഹയാത്രികന്റെ പ്രവൃത്തികളിലെ നിഗൂഢതകളും അവയുടെ ദൈവിക നീതിയെക്കുറിച്ചുമുള്ള സൂചനയാണ് 77-ാം സൂക്തത്തിലുള്ളത്. ആരായിരുന്നു ദുൽഖർനൈൻ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നീതിമാനായിരുന്ന രാജാവായിരുന്നുവെന്നും അദ്ദേഹം നിർമ്മിച്ച മതിലിനെ കുറിച്ചുള്ള പരാമർശവും 83-ാം സൂക്തത്തിലുണ്ട്. തെറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അത് നല്ലതാണെന്ന് വിശ്വസിച്ച് സ്വന്തം കർമ്മങ്ങൾ പാഴാക്കുന്നവരെ കുറിച്ചുള്ള സൂചനയാണ് 104-ാം സൂക്തത്തിലുള്ളത്. അള്ളാഹുവിന്റെ വചനങ്ങളെ വിശദീകരിച്ചെഴുതാൻ കടലുകൾ പോരാതെ വരുമെന്നുള്ള അനന്തമായ അറിവിന്റെ സൂചനയാണ് 109-ാം സൂക്തത്തിലുള്ളത്. സൂറത്ത് മറിയമിലേക്ക് വരുമ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് സൂറത്ത് ആരംഭിക്കുന്നത്. പ്രവാചകൻ യഹ്യാ നബി അലൈഹി ഇസ്ലാമയെ അദ്ദേഹത്തിന് സമ്മാനമായി നൽകപ്പെടുന്നു എന്ന സുവിശേഷത്തിന് ശേഷം മറിയമിന്റെ പ്രസവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വേദനയുടെ സമയത്ത് അള്ളാഹു നൽകിയ ഈന്തപ്പഴത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പ്രത്യേകമായ പരാമർശം 23-ാം സൂക്തത്തിലുണ്ട്. തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് മുഖേനയാണ് അപ്രകാരം സംസാരിക്കുന്നത് എന്നും നിങ്ങൾ അദ്ദേഹത്തിന് ദിവ്യത്വം കൽപ്പിച്ചു കൊടുത്ത് വഴിപിഴച്ചു പോകരുതെന്നുള്ള സൂചനയും സൂറത്തു മറിയമിൽ തന്നെയാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തിയ ശേഷം ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയാണ് സൂറത്തു മറിയമിലുള്ളത്. സൂറത്തു ത്വാഹയിലാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തിയ ശേഷം പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമക്ക് വഹി ലഭിക്കുന്ന ഇടത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. തുവാ താഴ്വരയെ കുറിച്ചുള്ള സൂചന 12-ാം സൂക്തത്തിലാണ്. പ്രബോധനത്തിനായി നിയോഗിതനാകുമ്പോൾ തന്റെ നാവിലെ കെട്ടഴിച്ചു തരണമേ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നതായി 25-ാം സൂക്തം പറയുന്നുണ്ട്. ക്രൂരനായ ഫിർഔനോട് പോലും മാന്യമായി സംസാരിക്കാനാണ്, മൃദുവായ രീതിയിൽ സംസാരിക്കാനാണ് 44-ാം സൂക്തത്തിൽ മൂസ അലൈഹി ഇസ്ലാമയോട് പറയപ്പെടുന്നത്. സത്യം തിരിച്ചറിഞ്ഞ മാന്ത്രികർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് വീഴുന്നതിനെ കുറിച്ച്, സത്യം വിജയിക്കുന്നതിനെ കുറിച്ച് 70-ാം സൂക്തം പരാമർശിക്കുന്നു. സാമിനിയുടെ വഞ്ചനയെക്കുറിച്ച്, ജനങ്ങളുടെ വഴിത്തെറ്റലിനെ കുറിച്ച് 85-ാം സൂക്തത്തിൽ സൂചനയുണ്ട്. അള്ളാഹുവിനെ മറന്നവൻ പരലോകത്ത് അന്ധനായി ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് 124-ാം സൂക്തത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ ഖുർആൻ നിങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയല്ലെന്നും ദൗർഭാഗ്യത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കാൻ വേണ്ടിയല്ല എന്നും പരാമർശിച്ചു തുടങ്ങുന്ന സൂറത്തു ത്വാഹയിൽ നിങ്ങൾ കുടുംബസമേതം തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള കൽപ്പനയാണ് 132-ാം സൂക്തത്തിലുള്ളത്. അള്ളാഹുവിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ടാണ് സൂറത്തു ത്വാഹയും ഈ ജുസ്ഉം അവസാനിക്കുന്നത്.